ഫ്രണ്ട്സ് വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2010 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി വൈറ്റ് സ്മോക്ക്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജഗ പുകയാണ്. എന്ന് വെച്ചാൽ അത്രത്തോളം സ്മോക്ക്, വൈറ്റ് സ്മോക്ക് ഹെവി ആയിട്ട് പുറത്തള്ളുന്നുണ്ട്. പക്ഷേ ഡീസലിൻ്റെ ഒരു മിക്സിങ്ങിൻ്റെ വൈറ്റ് സ്മോക്ക് അല്ല വരുന്നത്, ഓയിൽ കത്തുന്നൊരു വൈറ്റ് സ്മോക്കായിട്ടാണ് കിട്ടുന്നത്. ഹെവി പറഞ്ഞാൽ ഹെവി. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, തള്ളിക്കൊണ്ടേയിരിക്കുകയാണ് സ്മോക്ക്. നോക്കുമ്പോൾ മറ്റേ ഇഞ്ചക്ടറോ കാര്യങ്ങളോ ഒന്നും കംപ്ലൈൻ്റ് ഇല്ല. പക്ഷേങ്കിൽ ടർബോയിൽ കൂടെയാണ് ലീക്ക് ഫുള്ളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ടർബോൻ്റെ ഈ കിറ്റിൽ കൂടെ നമുക്ക് കാണാം ഓയിലിൻ്റെ അംശം പുറത്തേക്ക് ചാടിയിരിക്കുന്നത്, കണ്ടില്ലേ? മൊത്തം ഓയിൽ പുറത്തേക്ക് ആയിട്ടുണ്ട്. ഉള്ളിലെ കോർ ഫുള്ളായിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഇത് ടർബോ മാറ്റിയതാണ് തോന്നുന്നത്, എനിക്ക് യൂസർ മേടിച്ചിട്ടതാണ് തോന്നുന്നത്. ഇട്ടതിൻ്റെ ഫോൾട്ട് തന്നെ ആയിരിക്കും കംപ്ലൈൻറ്റ്. എന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത ടർബോ, കംപ്ലൈൻ്റ് ഉള്ള ടർബോ ആയിരിക്കും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ആ വൈറ്റ് സ്മോക്ക് വീണ്ടും അതിനകത്ത് വരുന്നത്. ഫുള്ളായിട്ട് നല്ലോണം സ്മോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയാനായിട്ട് വേറെ ഒന്നുമില്ല, ഇത് ടർബോൻ്റെ തന്നെ ആണോ ഇല്ല എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് ഇതിൻ്റെ ടർബോൻ്റെ ഈ കണക്ഷൻ അങ്ങ് വെടിയിച്ച് വിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻസറിലേക്ക് പോയ ഓയിലിൻ്റെ അംശം ആ കത്തുന്നത് വരെ ആ സ്മോക്ക് ഉണ്ടാവും. ഒരു 1-2 മണിക്കൂർ ചിലപ്പോൾ ഐഡ്ലിങ്ങിൽ ഇടേണ്ടി വരും. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു, പക്ഷേ ആ വൈറ്റ് സ്മോക്കിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ 1-2 മണിക്കൂർ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒട്ടും തന്നെ വൈറ്റ് സ്മോക്ക് ഇല്ല. അപ്പോൾ കൺഫേം ആണ് ടർബോൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ്, ആ ടർബോൻ്റെ കോർ പോയത് കൊണ്ടാണ് ആ സ്മോക്ക് അത്രത്തോളം അതിനകത്ത് വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ അത്രത്തോളം സ്മോക്കാണ്, നമുക്ക് അടുത്തൊന്നും നിൽക്കാനൊന്നും പറ്റില്ല. നമ്മൾ തീയിട്ട പോലുള്ളൊരു സ്മോക്കാണ് വന്നിരുന്നത്. അപ്പോൾ ഹെവി ആയിട്ട് വൈറ്റ് സ്മോക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്റ്റിക്ക് തുറന്ന് നോക്കുമ്പോഴോ ബാക്കിയൊന്നിനും ഒരു കുഴപ്പമില്ല. പിന്നെ ആ എരിയുന്നൊരു ഡീസലിൻ്റെ നോസിലിൻ്റെ ഓവർഫ്ലോ ഒക്കെ വന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നോസിൽ സ്പ്രേ കറക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് സ്മോക്ക് വരും. വൈറ്റും ബ്ലൂവും ഷെയ്ഡായിട്ടൊരു സ്മോക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പുകയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ കണ്ണ് നല്ലോണം എരിയും. എന്താ വെച്ച് കഴിഞ്ഞാൽ അൺബേൺഡായിട്ട് ഡീസൽ വരുമ്പോഴുള്ള ആ ഒരു കാരമുണ്ട്, ആ കാരം നമുക്ക് കണ്ണിൽ തട്ടുമ്പോൾ നല്ലവണ്ണം നമുക്ക് കണ്ണിനെരിയും. പക്ഷേ ആ ഒരു കംപ്ലൈൻ്റ് അല്ല ഇതിനകത്തുള്ളത്. നല്ല ഓയിൽ കത്തുന്ന മണമാണ് ഇതിനകത്ത് വരുന്നത്. അതായത് കോറ് പോയിട്ട് കോറിൽ കൂടെ ഓയിൽ കയറി നേരെ മാനിഫോൾഡിനുള്ളിൽ കൂടി പോയി നേരെ എഞ്ചിനുള്ളിൽ പോയിട്ട് അവിടെ നിന്ന് കത്തിയിട്ടാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിത് വിടിയിക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഹെവി ആയിട്ട് ഓയിലുള്ളതായിട്ട് നമുക്ക് നല്ലവണ്ണം വേണ്ട, നല്ലേ ഓയിൽ ഡ്രോപ്പായിട്ടാണ് നിൽക്കുന്നത്. പുതിയ ഓയിൽ ഇത് വേണ്ട, ഇത്രത്തോളം ഓയിൽ ഇതിനകത്ത് ഉണ്ട്. നല്ലേ ഓയിൽ വേണം, ഇത്രത്തോളം ഓയിൽ അതിനകത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കംപ്ലൈൻറ്റ്, ആ സ്മോക്കിൻ്റെ കംപ്ലൈൻറ്റ് വന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ മേടിച്ചിരിക്കുന്നതും യൂസർ സെക്കൻഡ് ഹാൻഡ് ടർബോ തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. പക്ഷേ നോക്കി നല്ല ടർബോ മേടിച്ച് അതിന് കിറ്റ് മാറ്റി കറക്റ്റാക്കിയിട്ടാണ് നമ്മൾ ഇനി കയറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓറഞ്ച് മറ്റേ സീൽ കിറ്റുകളുണ്ട്. നമ്മൾ ആ സെക്കൻഡ് ഹാൻഡ് ടർബോ മേടിച്ച് അങ്ങനെ കയറ്റുന്നതല്ല, നമ്മൾ ടർബോ റിപ്പയറിംഗ് ഷോപ്പിൽ കൊടുത്തിട്ട് അതിൻ്റെ കിറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റും റിപ്പയർ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് കയറ്റുന്നത്. പിന്നെ നമുക്ക് പേടിക്കാനില്ല, കറക്റ്റ് സെറ്റായിരിക്കും. നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ച് അങ്ങനെ കയറ്റുമ്പോൾ അത് ഏത് അവസ്ഥയിലാണെന്ന് നമുക്ക് അത്രത്തോളം അറിയില്ല. നമ്മൾ കോർ ഷെയ്ക്ക് ചെയ്ത് നോക്കുമെങ്കിലും എല്ലാ വണ്ടിയിലും ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാവും. അത് എത്രത്തോളം നല്ലതാണോ എന്താണെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാതെ ഒരിക്കലും പറയാനും പറ്റില്ല. അപ്പോൾ നമ്മളത് ടർബോ റിപ്പയറിംഗ് ഷോപ്പിൽ കൊടുത്ത് അത് കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ തിരിച്ച് കയറ്റാൻ, എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മേടിച്ചിട്ടുണ്ട് ടർബോ, അതുപോലെ അത് റിപ്പയറും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ടർബോ നമുക്ക് ഇതിനകത്ത് കയറ്റി നോക്കിയിട്ട് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. നമുക്ക് ഇതിനും പെർഫോമൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ എയർ നല്ലോണം തള്ളുന്നുണ്ട്, ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ഓയിൽ അടിക്കുന്നുണ്ട് അത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ടർബോ മാറ്റാം. ഇതാണിപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ടർബോ. അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല, ഇനി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് സെറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്തോ. അപ്പോൾ നമ്മൾ പുതിയ റിപ്പയർ ചെയ്ത ടർബോ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് പഴയതുണ്ടായിരുന്നത്. വേണ്ട, കംപ്ലീറ്റ് ഓയിൽ അടിച്ചിരിക്കുകയാണ്. ഷെയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് ഷെയ്ക്ക് അങ്ങനെ കിട്ടുന്നില്ല, ഒരു ഷെയ്ക്കേ ഉള്ളൂ. പക്ഷേങ്കിൽ കംപ്ലീറ്റ് ഓയിലടിച്ച്
ടർബോ എല്ലാം വെക്കുന്നില്ലേ അതിൽ ഇപ്പോൾ ഇന്നോവയുടെ നമ്മുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടർബോ കറക്റ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റേസ് ചെയ്ത് നോക്കാം. അത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നല്ല സ്മോക്ക് ഇതിനകത്ത് വരും. സ്റ്റാർട്ട് റേസ് 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 ആ വിട്ടോ. അതിലൊരു തരി പോലും പുക സ്മോക്ക് ഒട്ടും തന്നെ വരുന്നില്ല. പക്കയായിട്ട് തന്നെ ഇരിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കാം. നേരത്തെ ടർബോയിലും ഓടിച്ച് കുറച്ച് നേരം സമയം കഴിയുമ്പോഴാണ് അതിൻ്റെ പുക സ്മോക്ക് ഹെവി ആയിട്ട് പുറത്ത് തള്ളുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ തള്ളി ആ സൈലൻസറിൽ വെച്ച് കത്തിയിട്ടാണ് വരുന്നത്. സൈലൻസറിൽ കത്തുന്നത് ഒന്ന്, പിന്നെ അത് മാത്രമല്ല മാനിഫോൾഡ് പോയിട്ട് കത്തുന്നത് അതിൻ്റെ പുക കൂടെ ചേർന്നിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം. അതിൻ്റെ ടർബോൻ്റെ പെർഫോമൻസും കാര്യങ്ങളും നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തതിൽ ടർബോ മാറ്റിയതാണ്. ആ സ്മോക്കിന് വേണ്ടി ടർബോ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഐഡലിലേക്ക് ഇടുമ്പോൾ ചെറുതായിട്ട് ചെറിയൊരളവിൽ സ്മോക്ക് വരുന്നുള്ളൂ. പക്ഷേ ഡ്രൈവിങ്ങിൽ ഇത്തിരി അത്യാവശ്യം സ്മോക്ക് ഉണ്ട്. സ്മോക്ക് പറഞ്ഞാൽ ഹെവി സ്മോക്കല്ല, നേരത്തെ ഉണ്ടായിരുന്ന സ്മോക്കല്ല, എങ്കിലും ഒരു ചെറിയൊരു തോതിൽ സ്മോക്ക്. നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ബാക്കിൽ ഭയങ്കര പുകയായിരുന്നു. പുക പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന വണ്ടികൾക്കൊന്നും ഓടിക്കാനേ പറ്റില്ല, അത്രയും സ്മോക്ക് അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം മിററിൽ നോക്കിയാൽ കാണാം നമുക്ക് ഒരു ഒട്ടും തന്നെ സ്മോക്ക് ബാക്കിലില്ല. നേരത്തെ ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, വട്ടത്തിൽ കറങ്ങി ഹെവി ആയിട്ട് സ്മോക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പക്ക സോൾവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിങ്ങും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ട്. യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. ടർബോന് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം പക്കയായിട്ട് തന്നെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ റണ്ണായാലേ നമുക്ക് ആ സൈലൻസറിലുള്ള ഓയിലിൻ്റെ അംശം മൊത്തം പോകുള്ളൂ. എന്താ വെച്ചാൽ സൈലൻസറിലേക്കും ഇതിൻ്റെ ഓയിൽ അടിച്ച് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ റണ്ണായിട്ട് ആ സൈലൻസറിൻ്റെ കംപ്ലീറ്റ് ഓയിലിൻ്റെ അംശം പോയാലേ പക്ക അതിൻ്റെ എന്താ പറയുക സ്മോക്ക് പൂർണ്ണമായിട്ട് ഒഴിവായി പോകുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറുതായിട്ട് സ്മോക്ക് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കുറച്ച് ഓടിയല്ലോ 10, 500, 1000 കിലോമീറ്റർ ഓടിയാലേ ഫുള്ളി കംപ്ലീറ്റ് സോൾവ് ആവുള്ളൂ. ബാക്കി ചെയ്ത ഭാഗത്തിലെല്ലാം പക്ക തന്നെയാണ്. ടെർബോയും നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്ത ടെർബോയും പക്ക തന്നെയാണ്. അതുപോലെ തന്നെ അത് കിറ്റ് മാറ്റിയിട്ട് കയറ്റിയത് കൊണ്ട് നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, പക്കയായിരിക്കും. നമ്മൾ ഒരുപാട് റേസ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്മോക്ക് നമുക്ക് കാണുന്നുണ്ട്. ഇതിൽ മിററിൽ കൂടെ ചെറുതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഫോണിൽ അത്രത്തോളം കാണില്ല. അത് പോകണമെന്നുണ്ടെങ്കിൽ കുറേ റണ്ണായാൽ മാത്രമേ അത് പോകുള്ളൂ. അല്ലാതെ ഒന്നും പെട്ടെന്ന് തന്നെ നമുക്ക് സൈലൻസറിലെ ഓയിലിൻ്റെ അംശം പൂർണ്ണമായിട്ട് പോകില്ല. അപ്പോൾ സൈലൻസറിൽ നമുക്ക് തൊട്ടിയാൽ നോക്കിയാൽ തന്നെ അറിയാം ബാക്കിൽ കംപ്ലീറ്റ് ഓയിലിൻ്റെ അംശം ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ.